പെരുന്നാള് പെരുന്നാള് പെരുന്നാള്. പിന്നെന്താ അതിന്റെ ബാക്കിയൊന്നുമില്ല, അങ്ങനെ ഒരു പാട്ടില്ല. ഉണ്ട്. പെരുന്നാള് പെരുന്നാള് അങ്ങനെ പാട്ടില്ല. ഈദ് മുബാറക് ഈദ് മുബാറക് അങ്ങനെ ഉണ്ടാ? ഉണ്ട്. പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാ വസന്തം. നിങ്ങൾക്കെല്ലാം മൈലാഞ്ചി വെക്കാൻ പഠിച്ചൂടെ? അന്ന് എനിക്ക് വെച്ചേരായിനല്ല. പിന്നെ ഇതെന്നെ പണി. ഒന്ന് പോവാ ചങ്ങായി. നോക്കിയാൽ ഞാൻ ഒറ്റക്ക് വെക്കുന്നു. കൈക്കൊന്നും വെക്കാനറിയില്ല, നഖത്തിന് മാത്രം വെക്കാനറിയാം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. എന്റെ മോളുണ്ടെന്ന് എനിക്ക് വെച്ച വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ വീശുവൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ? എനിക്കറിയില്ല. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുമൻ ജീവരാഗം. നീലവാനിലലിയുന്നു രാഗമേഘം നിൻചിരിയിലലിയുമൻ ജീവമേഘം. പിന്നെ നെക്സ്റ്റ് रेशमी जुल्फें ए शरबती आंखें इन्हें देख कर जी रही है सभी. इन्हें देख कर जी रही है सभी. रेशमी जुल्फ. ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. ഇന്നെല്ലാവരും ഈദ് ആശംസിക്കുന്ന തിരക്കിലാണല്ലേ. നമ്മൾക്ക് ഇന്നലെ ആയിരുന്നു കേട്ടോ, ദുബൈയിൽ ഇന്നലെ ആയിരുന്നു ഈദ്. അപ്പോൾ ഇന്നലെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോസാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. മൊത്തത്തിലൊന്നും കാണിച്ചിരുന്നില്ല, ചില്ലറ വീഡിയോസ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ആദ്യം ഞാനിപ്പോൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ചിക്കനൊക്കെ വേഗം ഫ്രൈ ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ചിക്കൻ ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ബിരിയാണിയുടെ മസാല അങ്ങോട്ട് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ ജോലി അങ്ങോട്ട് തീരും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പം ആദ്യം ഞാൻ മസാല ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുന്ന മംഗോളിയൻ ചിക്കനൊന്ന് പുരട്ടി വെക്കണം. കാരണം അതൊരു 2 മണിക്കൂർ വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതും റെഡിയാക്കി വെക്കട്ടെ. അതും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. എൻ്റെ ചാനലിൽ മംഗോളിയൻ ചിക്കൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട്. പിന്നെ ഉണ്ടാക്കുന്നതാണ് ബട്ടർ ചിക്കൻ. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ബട്ടർ ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഗസ്റ്റിനൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ബട്ടർ ചിക്കനും ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ഞാണിന് വേണ്ടിയിട്ട് ബട്ടർ ഞാനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ പിടിക്കും കേട്ടോ ഇതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ബട്ടർ ചിക്കൻ്റെ പണി ഇതാ ഏകദേശം കഴിഞ്ഞ്. പിന്നെ ടൊമാറ്റോ സോസും പിന്നെ ക്രീമും ഫ്രഷ് ക്രീമും പിന്നെ കസൂരി മേത്തിയും കുറച്ച് ബട്ടറും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പണി അങ്ങോട്ട് തീർന്ന് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തൽക്കാലം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാനിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിൻ്റെ പണിയും ഏകദേശം കഴിയാറായിട്ടാണ്. ഓക്കെ, ഇതിൽ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഗാർലിക്കിൻ്റെ ബട്ടറാണ് കേട്ടോ. അപ്പം ഗാർലിക്കിൻ്റെ ഒരു സ്മെല്ലും നമ്മളെ ഞാണിന് വരും. അപ്പം അടുത്തത് ഇത് നെയ്പ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ അത് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് എൻ്റെ മസാല അങ്ങോട്ടേക്ക് റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങോട്ടേക്ക് ചിക്കൻ പൊരിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെയ്പ്പത്തിരി ചൂടാൻ സമയമായി. ശരിക്കും പറഞ്ഞാൽ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അടുത്തത് അങ്ങനെ വേറെ വേറെ ജോലികളിലേക്ക് നമ്മൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ജോലി ചെയ്തിട്ട് അനങ്ങാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കില്ല. ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ജോലി അങ്ങനെ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗസ്റ്റിനൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക, ഇവിടെ ജീവിക്കുന്നവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക നാട്ടിലുള്ള നെയ്പ്പത്തിരിയും ഞാണും അങ്ങനെയുള്ള ഇറച്ചി വറവും ഒക്കെ ആയിരിക്കും, ബീഫ് ഫ്രൈ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലായി ഉൾപ്പെടുത്തിയത്. ബിരിയാണി പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഇവരൊക്കെ ബിരിയാണിയും മന്തിയൊക്കെ ആയിരിക്കില്ല കഴിക്കുന്നുണ്ടാവില്ലേ. പിന്നെ ബിരിയാണി പെരുന്നാളിന് വെക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ബിരിയാണിയും കൂടി ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്ക് എൻ്റെ മസാല ഇത് റെഡിയായി. ഒരു കയ്യിൽ മൊബൈലും വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇളക്കാനും കഴിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബിരിയാണിയുടെ മസാലയിൽ ഇത് ചിക്കൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല അങ്ങോട്ട് റെഡിയായി. അപ്പം ഈ പണി ചെയ്യുന്നത് മംഗോളിയൻ ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, മംഗോളിയൻ ചിക്കൻ്റെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മംഗോളിയൻ ചിക്കൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം 2 കളറിൽ ഇട്ടത് കേട്ടോ. വേണമെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ലുക്കായിരിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറച്ച് അത്ര വലിയ ഇങ്ങനെ റോസ്റ്റ് ആക്കുമൊന്നും വേണ്ട. മംഗോളിയൻ ചിക്കൻ ഈ ഉള്ളിയും ഒരു പണിയും ഇല്ല കേട്ടോ. ഈസി ജോലിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടോ. ഓക്കെ, അപ്പം ഇതിങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പകുതിയും കഴിഞ്ഞു. പിന്നെ കുറച്ച് ഹണിയും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മംഗോളിയൻ ചിക്കൻ അങ്ങോട്ട് റെഡി ആയി കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. അപ്പം എല്ലാം അടുത്തടുപ്പിൽ അങ്ങനെ പായസവും ഉണ്ട്, ബീഫ് റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് റോസ്റ്റും അങ്ങനെ പകുതി പണിയിലായി, പായസവും അങ്ങനെ കഴിഞ്ഞു. അടുത്തത് ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ ചോറ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വന്നിട്ട് ഇക്കാനെ വിളിച്ച് ഞാൻ, അപ്പോൾ ഇക്ക വന്നിട്ട് ക്യാമറ പിടിച്ചു തന്നിട്ടാ. അപ്പോൾ ഇത് പായസം അങ്ങോട്ടേക്ക് റെഡിയായി കഴിഞ്ഞ് ഇനി ഇത് വറുത്തിടേ വേണ്ടു കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ പായസത്തിൻ്റെ പണി അങ്ങോട്ട് കഴിയും. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് അരി അതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറും റെഡിയായി കിട്ടും കേട്ടോ. ഒക്കെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്യാനുണ്ട്. മല്ലിയിലയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഈ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അങ്ങോട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. കാൽത്തളകൾ കളകളകളകളല്ലോ, കരളിൻ്റെ കരളെ പറയാമോ അരുതാത്തതൊന്നും. വസന്തകാലം വിരുന്നു വന്നു നമുക്കു വേണ്ടി, ഓ വസന്തകാലം വിരുന്നു വന്നു വേണ്ടി. വീഡിയോ എടുത്താ നമ്മ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് ഇടുന്നൊന്നല്ല, ആകെ കട്ട്ലറ്റ് ഇടുന്നേ കണ്ടിട്ടു.
എല്ലാരും കേട്ടിട്ട് നിങ്ങളെ പാട്ട് ഫേമസ് ആക്കണ്ടേ ഗ്രൂപ്പിലിടാനാ